ഫോളോ മീയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വർക്കല ബീച്ച് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ കൊല്ലം ഭാഗത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന ഭാഗത്ത് ഒരുപാട് നല്ല ബീച്ചുകളുണ്ട്. ബീച്ച് റോഡിൽ കൂടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നത് കാപ്പിൽ ബീച്ച്, പൊഴിക്കര ബീച്ച്, മയ്യനാട് ബീച്ച്, അങ്ങനെ ഒരുപാട് ബീച്ചുകളിൽ പോകുന്ന വഴിക്കുണ്ട്. ഏകദേശം ഈ ഭാഗത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരമാണ് കാപ്പിൽ ബീച്ചിലേക്കുള്ളത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് കാപ്പിൽ ബീച്ചാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. ഈ വരുന്ന വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാപ്പിൽ ബീച്ചാണ്. ഇടത്ത് സൈഡിൽ കടലും വലത്തെ സൈഡിൽ ലേക്കും. അങ്ങനെ വളരെ കിടിലനായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളുടെ ഈ പുതിയ ചാനൽ നിങ്ങളാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു ചാനലാണ്, സബ്സ്ക്രൈബേഴ്സ് ഒന്നും അധികം ആയിട്ടില്ല. ഇത് കണ്ടോ, നല്ല കിടിലം വ്യൂ ആണ്. ഇടത്ത് സൈഡിൽ കടലും വലത്ത് സൈഡിലേക്കും. നമുക്ക് ഇതിന്റെ ഡ്രോൺ ഷോട്ട് ഒന്ന് എടുക്കാം. ഓക്കെ, wanna move my feet, wanna drink my wine, wanna move my feet, wanna drink my wine. Wanna move my feet, wanna drink my wine, wanna move my feet, wanna drink my wine, wanna move my feet, wanna drink my wine, wanna move my feet, wanna drink my wine. Wanna move my feet, wanna move my feet, wanna drink my wine, wanna move my feet, wanna drink my wine, wanna drink my wine, wanna move my feet, 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 wanna drink my wine.
അപ്പം നമ്മൾ കാപ്പിൽ ബീച്ചിലെ ദൃശ്യങ്ങളെല്ലാം കണ്ടു. ഇനി അടുത്തത് പൊഴിക്കര ബീച്ച്, മയ്യനാട് ബീച്ച്, ലക്ഷ്മിപുരം ബീച്ച്. അങ്ങനെ കൊല്ലം സൈഡിലേക്ക് പോകുമ്പം ഇഷ്ടംപോലെ ബീച്ചുകൾ നമുക്ക് ഇടത്തെ സൈഡിൽ കാണാൻ സാധിക്കും. ഇത് ബീച്ച് റോഡാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് കാപ്പിൽ ബീച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം നമുക്ക് റോഡുകളെല്ലാം ഇച്ചിരി മോശമാണ്. വർക്കല ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്നവർക്ക് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്താൽ ഒരു ദിവസം കൊണ്ട് വർക്കല ബീച്ച്, പൊഴിക്കര ബീച്ച്, കാപ്പിൽ ബീച്ച്, മയ്യനാട് ബീച്ച്, അങ്ങനെ അനേകം ബീച്ചുകൾ കവർ ചെയ്ത് എല്ലാം കണ്ട് നമുക്ക് പോകാൻ സാധിക്കും. കടലിൻ്റെ ഒരു എരമ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടും. ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പൊഴിക്കര ബീച്ചാണ്. ലെഫ്റ്റ് സൈഡിലാണ് പൊഴിക്കര ബീച്ച്. അടുത്തത് മയ്യനാട് ബീച്ചാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇതിലൊരു ഡ്രൈവ്. ശരിക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവാണിത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പൊഴിക്കര ബീച്ച് കേട്ടോ. അടുത്തതാണ് മയ്യനാട് ബീച്ച്. മയ്യനാട് ബീച്ചിൻ്റെ ഇത് അടുത്തടുത്താണ്. നമുക്ക് അടുത്ത ബീച്ചിൻ്റെ അങ്ങോട്ട് നമുക്ക് ഇച്ചിരി ഉള്ളിലേക്ക് കയറ്റി നമുക്കൊന്ന് പാർക്ക് ചെയ്യാം. ആ അകലേന്നൊരു കാറ് വരുന്നുണ്ട്. ആ കാറ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് കയറ്റി നോക്കാം. എന്നിട്ട് നമുക്ക് കടലിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാം. ഓക്കെ. അമ്മോ വഴി തീർന്ന്. പൊളിച്ചു പോയി നോക്കാം. നമ്മുടെ മയ്യനാട് ബീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ വരുന്ന ബീച്ചാണ് ലക്ഷ്മിപുരം ബീച്ച്. തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 3/4 കിലോമീറ്റർ കഷ്ടിയേ ദൂരമുള്ളൂ. ഇവിടെയൊക്കെ വഴി ഇത്തിരി മോശമാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. കാരണം ഇടത്ത് സൈഡിൽ അറബിക്കടലും വലത്ത് സൈഡിൽ കായലും, അങ്ങനെ രണ്ട് സൈഡിലും വെള്ളമാണ്. നടുക്കൂടെയാണ് നമ്മളുടെ റോഡ് മാർഗമുള്ള യാത്ര. തിരുവനന്തപുരത്തുനിന്ന് വരുന്നവർക്ക്, കൊല്ലത്തിന് പോകുന്നവർക്ക് ഈ റൂട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല മനോഹരമായ വ്യൂസോട് കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ കടലിൻ്റെ ശബ്ദം ഇഷ്ടമുള്ളവർക്കും കടലിലെ തിരമാലകൾ ഇഷ്ടമുള്ളവർക്കും എല്ലാം ഇതിലെ പോയി കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലക്ഷ്മിപുരം ബീച്ച്. അതിൻ്റെ കുറേ ദൂരമുണ്ട് ലക്ഷ്മിപുരം ബീച്ച്. പിന്നെ ഈ റൂട്ടിൽ സഞ്ചരിച്ചപ്പോൾ കണ്ടൊരു കാഴ്ച, രസകരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കപ്പിൾസ് ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് എല്ലാവരും ഇതിലെ കടന്നു പോകുന്നത്. ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി കുറച്ച് മോശമാണ് എന്നുള്ളത് മാത്രമാണ്. നോക്കിയാൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. തെങ്ങിൻ്റെ ഓലകളൊക്കെ ഇളകുന്നത് കണ്ടോ. ലെഫ്റ്റ് സൈഡിൽ നീളത്തിൽ കടലാണ്. ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് യാത്ര ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഒരു ദിവസം ഇതിലെ ഒന്ന് യാത്ര ചെയ്യണം. എല്ലാ ബീച്ചുകളും ഒന്ന് കവർ ചെയ്തിട്ട് വർക്കല ബീച്ച്, പൊഴിക്കര ബീച്ച്,
കാപ്പിൽ ബീച്ച്, മയ്യനാട് ബീച്ച്, ലക്ഷ്മിപുരം ബീച്ച്, ഇനിയിപ്പോൾ അരബിപുരം ബീച്ച് വരുന്നുണ്ട്. ഇതേണ്ടേ പറഞ്ഞുണ്ടോ? അതേപോലെ തന്നെ ഒരു കപ്പിൾസാണ് ഇതേണ്ട അവിടെ ബൈക്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇതിലെ പോകുന്നത്. വള്ളമൊക്കെ അടുത്ത സൈഡിൽ കിടപ്പുണ്ട്. ഇതിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നീണ്ടകരയിലേക്കാണ് ചെല്ലുക. കൊല്ലം ബീച്ചിലേക്ക് പോകാൻ പറ്റും. എന്തായാലും ഞാൻ കൊല്ലം ബീച്ചിൽ കൂടെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ഇന്നത്തെ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. രാവിലെ വർക്കലയിൽ നിന്ന് പോന്നിട്ട് ഇതിൽ നല്ലൊരു ഡ്രൈവാണ് എനിക്ക് കിട്ടിയത്. വീണ്ടും പറയുന്നു, എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയൊക്കെ വീഡിയോകൾ, ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ ഷെയർ ചെയ്യണം. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കൂടാതെ ഒരു കാര്യവും കൂടെ ഞാനിപ്പോൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇതിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിക്കും, അതിന് മറുപടി തരാൻ സാധിക്കും. കൂടാതെ വീഡിയോകൾ നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ, ഇപ്പം ഞാൻ എടുക്കുന്ന രീതികളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട്, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും അതിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തരാൻ എനിക്ക് സാധിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ കാണാനായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വലത്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്കത് കാണാനും സാധിക്കും. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.